ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധി കടന്നു വരുവാൻ, ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, അല്പസമയം ഒരുമിച്ച് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാനൊക്കെ കർത്താവ് നമുക്ക് നൽകിയ കൃപയ്ക്കായി ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. അവൻ സന്തോഷത്തോടെയാണ് ദൈവസന്നിധിയിലായിരിക്കുന്നെങ്കിൽ ആ കരങ്ങളെ എല്ലാം ഉയർത്തി നിന്ന് കർത്താവിനെ സ്തുതിച്ചോട്ടെ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. ആമേൻ. നമുക്ക് കർത്താവിനെ ആരാധിച്ച് പാടി മഹത്വപ്പെടുത്താം. അതിനു മുന്നേ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജിറ്റി ജോൺ എന്നാണ്. എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ മാതാവുമാണുള്ളത്. ഞങ്ങൾ 3 പേരും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. പൂർണ്ണസമയ ശുശ്രൂഷയിലാണ്. ആമേൻ. ഇതുവരെ കർത്താവ് ഞങ്ങളെ നടത്തി. അനേക പ്രതികൂലങ്ങളൊക്കെ ജീവിതത്തിൽ വന്നു. എന്നാൽ അവിടെയൊക്കെയും കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തി, ഞങ്ങളെ നടത്തി. ആമേൻ. തകർന്നു പോകുന്നു പറഞ്ഞ അനേക സാഹചര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു. എന്നാൽ അവിടെയൊന്നും തളർന്നു പോകാതെ, മറ്റുള്ളവരുടെ മുൻപിൽ നിന്നയാകാതെ കർത്താവ് അത്ഭുതകരമായിട്ട് ഞങ്ങളെ ഓരോ ദിവസവും നടത്തുന്നു. കർത്താവിൻ്റെ കൃപയ്ക്ക് നന്ദി പറയുന്നു. തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയെ ഞാൻ ചോദിക്കുകയാണ്. ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടാനും കർത്താവ് ആഗ്രഹിക്കുന്ന തലത്തിലെത്തുവാനും ദൈവത്തിന് പ്രയോജനമുള്ളവരായി തീരുവാനും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയെ ഞാൻ ചോദിക്കുന്നു. ആമേൻ. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ പാടി തുടർന്നുള്ള സമയം നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. ആമേൻ. ഹല്ലേലൂയ. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഇന്ന് കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. എനിക്ക് വേണ്ടി ഇന്ന് കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ഹല്ലേലൂയ. എൻ്റെ അവസ്ഥകൾക്കകത്തെല്ലാം കർത്താവ് എനിക്കൊരു മാറ്റം തരുമെന്ന് ആമേൻ എത്ര പേർക്ക് ഉറപ്പോടെ വിശ്വസിക്കാൻ കഴിയും? നമ്മുടെ കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഹല്ലേലൂയ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ കരത്തിലേക്ക് ഇന്ന് പകൽക്കാലം ഒന്ന് സമർപ്പിച്ചേ. അപ്പാ, ഞങ്ങളോട് ഇന്ന് വ്യക്തിപരമായിട്ട് സംസാരിക്കണം. അപ്പാ, ഈ കൂട്ടായ്മ ഇതൊരു വെറുതെ ആയി തീരാതെ ആമേൻ ഹല്ലേലൂയ ഇതിൻ്റെ അകത്തൂടെ കർത്താവ് ഞങ്ങളോട് സംസാരിച്ച് കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തി കടന്നു വരുന്ന അഭിഷിക്ത ദാസനോട് ഞങ്ങളെ ഉറപ്പിക്കണമെന്ന് എത്ര പേർക്കിന്ന് പകൽക്കാലം പറയാൻ കഴിയും? ഹല്ലേലൂയ. ആമേൻ. ആഗ്രഹിക്കുന്നവരെ തൃപ്തിപ്പെടുത്തുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിലും ഒന്ന് സമർപ്പിച്ചാട്ടെ, ദൈവസന്നിധിയിലേക്കൊന്ന് ഏൽപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. ആമേൻ. വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയുന്ന 1-ാം അധ്യായം അതിൻ്റെ 10 മുതലുള്ള വാക്യത്തിൽ ആമേൻ, കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനെ നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി 7 സഭകൾക്ക് അയക്കുക എന്നിങ്ങനെ. കാഹളത്തിനൊത്തൊരു മഹാനാദം എൻ്റെ പുറകിൽ കേട്ടു. എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ചു മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെ ഞാൻ കണ്ടു. ആമേൻ. അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അവൻ വലം കൈ എൻ്റെ മേൽ വെച്ച്, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മളോട് പറയുക, ഈ സമയം കർത്താവ് നമ്മളോട് പറയുക, ഞാൻ ആദ്യൻ, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനാണ്, ഞാൻ അന്ത്യനാണ്, ഞാൻ ജീവനുള്ളവനാണ്. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ഞാൻ ജീവിച്ചിരിക്കുക. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെ താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ഹല്ലേലൂയ. പിശാച് നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഹല്ലേലൂയ. പിശാച് നമ്മളോട് പറയുകയായിരിക്കും, ഈ പ്രശ്നത്തിൽ നിനക്ക് ഒരിക്കലും പുറത്തു വരാൻ കഴിയത്തില്ലെന്ന്. എന്നാൽ ഇന്ന് ഈ സമയം കർത്താവ് നമ്മളോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനുമാണ്. എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലതും സാധ്യമാണ്. ഹല്ലേലൂയ. ഇന്ന് വിശ്വസിക്കാമോ? നമ്മൾ ആരാധിക്കുന്ന, നമ്മൾ സ്തുതിക്കുന്ന, നമ്മൾ സേവിക്കുന്ന നമ്മുടെ ദൈവം അവിടുന്ന് ആദ്യനാണ്, അന്ത്യനാണ്, ഹല്ലേലൂയ, ഉന്നതനാണ്, പരിശുദ്ധനാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ കർത്താവിൻ്റെ സന്നിധിയിലേക്കൊന്ന് സമർപ്പിച്ചാട്ടെ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം ഒന്ന് അടച്ചാട്ടെ. ഹല്ലേലൂയ. കണ്ണുകൾ തുറന്നു ഞാൻ കാണുന്നേ 7 പൊൻനിലവിളക്കിൻ നടുവിൽ നിലയങ്കി ധരിച്ച പ്രിയൻ, മാറത്ത് പൊൻ കച്ച കെട്ടിയോ. ഇന്ന് പകൽ ആ കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചാട്ടെ. ആരും അശ്രദ്ധയോടെ ഇരിക്കാതെ ദൈവസന്നിധിയിലേക്കൊന്ന് ഏൽപ്പിച്ചാട്ടെ. നമുക്ക് ഒരുമിച്ച് പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കാം.
സ്തുതികൾക്ക് യോഗ്യനേ, സ്തുതികൾ ശബ്ദം കാതിൽ മുഴങ്ങി, പെരുവെള്ളത്തിനിരച്ചിൽ പോലെ നീയൻ ശബ്ദം കാതിൽ മുഴങ്ങി. സ്തുതികൾക്ക് യോഗ്യനേ, സ്തുതികൾക്ക് യോഗ്യനേ, അങ്ങ് യേശുവേ. സ്തുതികൾക്ക് യോഗ്യനേ, അങ്ങ് മാത്രം. എൻ കണ്ണുകളാ മുഖം കാണുന്നേ, സൂര്യനേക്കാൾ ശോഭ ഉള്ളതാ എൻ കണ്ണുകളാൽ മുഖം കാണുന്നേ. സൂര്യനേക്കാൾ ശോഭ ഉള്ളതാ മരണപാതാളത്തിൻ ശക്തിയെ ഇതുപോലെയുള്ളൊരാശ്വാസം, ഇതുപോലെയുള്ളൊരു ആശ്വാസം എൻ്റെ പ്രാണനേ.
എന്റെ താവനമായിടമേ സ്വർഗ സുഖപീഠം വെടിഞ്ഞ് എന്നെ തേടി വന്നവനേ തേജസ്സിന്റെ വസ്ത്രം ഉരിഞ്ഞ് തന്നെത്താൻ സ്വർഗ സുഖപീഠം വെടിഞ്ഞ് എന്നെ തേടി വന്നവനേ തേജസ്സിന്റെ വസ്ത്രം ഉരിഞ്ഞ് തന്നെത്താൻ താഴ്ത്തിയോനെ ഓ തന്നെത്താൻ താഴ്ത്തിയോനെ ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ തേജസ്സിന്റെ പൂർണ്ണനായി ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ സ്തുതികൾക്ക് യോഗ്യനേ സ്തുതികൾക്ക് യോഗ്യനായി ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ തേജസ്സിന്റെ പൂർണ്ണനായി ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ സ്തുതികൾക്ക് യോഗ്യനായി ഇതുപോലുള്ളൊരു ഭാഗ്യം എൻ്റെ യേശുവിൻ സാന്നിധ്യമേ ഇതുപോലുള്ളൊരു ആശ്വാസം എൻ്റെ താവനമായിടമേ ഓ ഇതുപോലുള്ളൊരു ഭാഗ്യം എൻ്റെ യേശുവിൻ സാന്നിധ്യമേ ഇതുപോലെയുള്ളൊരാശ്വാസം ഇതുപോലുള്ളൊരു ആശ്വാസം എൻ്റെ താവനമായിടമേ എൻ്റെ താവനമായിടമേ ഓ ഇതുപോലുള്ളൊരു ഭാഗ്യം എൻ്റെ യേശുവിൻ സാന്നിധ്യമേ ഇതുപോലുള്ളൊരു ആശ്വാസം ഹല്ലേലൂയ. അവന് കരങ്ങളെ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ചു. ഹല്ലേലൂയ. ഇതുപോലെയുള്ളൊരു ഭാഗ്യം എൻ്റെ യേശുവിൻ്റെ സാന്നിധ്യമേ ഇതുപോലെയുള്ളൊരു ആശ്വാസം എൻ്റെ താതൻ്റെ മാർഗം. ഹല്ലേലൂയ. ആ ഭാഗ്യം ലഭിച്ചവർക്ക് കരങ്ങളെ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ചു. ഹല്ലേലൂയ. ആർക്കും ലഭിക്കാത്ത ഭാഗ്യമാണ് സ്വർഗത്തിലെ കർത്താവ് നമുക്ക് നൽകിയത്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അങ്ങനെയെങ്കിൽ എത്ര പേർക്ക് സന്തോഷത്തോടെ തുടർന്നും കർത്താവിനെ മഹത്വപ്പെടുത്താൻ കഴിയും. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. തുടർന്ന് നമുക്ക് ഒരുമിച്ച് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. യെശയ്യാവിന്റെ പുസ്തകത്തിൽ നമുക്ക് ഇപ്രകാരം 43-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ കഴിയും. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല, നീ തീയിൽ കൂടി നടന്നാൽ വെന്ത് പോകത്തില്ല, അഗ്നി ജ്വാല നിന്നെ ദഹിപ്പിക്കത്തില്ല. നിന്റെ ദൈവവും ഇസ്രായേൽ
ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഇവിടെ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയുന്നു. ഏതവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോയാലും ആ അവസ്ഥയ്ക്കകത്ത് നമ്മളെ ആമേൻ ഇട്ടേച്ച് പോകുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. കർത്താവ് ഇന്ന് പകലും നമ്മളോട് പറയാ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുക, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുക, നീ എനിക്കുള്ളവനാ. നീ ഏതവസ്ഥയിലൂടെ കടന്നു പോയാലും ആ അവസ്ഥയ്ക്കകത്ത് ഞാൻ ഇറങ്ങി വരും, ആ അവസ്ഥയ്ക്കകത്തുനിന്ന് ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാല പ്രിയ ദൈവമക്കളെ, ആയിരിക്കുന്ന അവസ്ഥയിൽ ഇരുന്നു കൊണ്ടെന്ന് പറയാമോ, ആമേൻ, എൻ്റെ കർത്താവിനെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല, വഴിയിൽ ഉപേക്ഷിക്കുന്ന ദൈവത്തെയല്ല ഞാൻ സ്തുതിക്കുന്നത്. ഏതവസ്ഥയിലൂടെ, തീയുടെ അവസ്ഥയായിക്കോട്ടെ, അഗ്നിജ്വാലയ്ക്ക് സമമായ അവസ്ഥകളായിക്കോട്ടെ, വെള്ളത്തിൻ്റെ അവസ്ഥയായിക്കോട്ടെ, നദിക്ക് സമാനമായ അവസ്ഥകളായിക്കോട്ടെ, ആർക്കും വെടിയുപ്പാൻ കഴിയാത്ത പ്രശ്നത്തിൻ്റെ അകത്ത് നമ്മൾ അകപ്പെട്ടു പോയെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവിനോട് നിലവിളിച്ചാൽ, കർത്താവിനോട് അപേക്ഷിച്ചാൽ, കർത്താവിനെ ആശ്രയിച്ചാൽ നമ്മൾ തകർന്നു പോകത്തില്ല, നമ്മൾ ലജ്ജിച്ചു പോകത്തില്ല. അതുകൊണ്ട് ഇന്ന് ഉറപ്പോടൊന്ന് പറയാമോ, എൻ്റെ ദൈവം വാഴുന്നു. ഹല്ലേലൂയ. രാവിലും പകലിലും വാനിലും ഭൂമിയിലും എൻ്റെ ദൈവം വാഴുന്നു. ഹല്ലേലൂയ. പാട്ടുകാരൻ ഇപ്രകാരം പറയുന്നു, ഇളകി മറിയും കടലിൻ്റെ നടുവിലും എൻ്റെ ദൈവം വാഴുന്നു, കലങ്ങി മറിയും മനസ്സിനുള്ളിലും എൻ്റെ ദൈവം വാഴുന്നു. ഹല്ലേലൂയ. എത്ര പ്രതികൂലങ്ങൾ നമുക്ക് നേരെ അടിച്ചുയർന്നാലും, ആമേൻ, സ്തോത്രം, എത്ര കാറ്റുകൾ നമ്മുടെ വാഗ്ദത്തങ്ങൾക്ക് വിരോധമായി അടിച്ചാലും, ഹല്ലേലൂയ, ഇന്ന് പകലൊന്ന് പറയാമോ, സാഹചര്യം നോക്കാതൊന്ന് പറയാമോ, എൻ്റെ ദൈവം വാഴുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ നമ്മൾ ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാൻ പോവാ. കരങ്ങളെല്ലാം ചേർത്തടിച്ച് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ പാടി ആരാധിക്കാം. രാവിലും പകലിലും വാനിലും
ഹല്ലേലൂയ. ആമേൻ. കണ്ണുകളെല്ലാം ദൈവസന്നിധിയിലേക്ക് അടച്ചു. യേശുവിന്റെ നല്ല പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയം ഞങ്ങൾക്ക് ഒരുമിച്ച് നമ്മളായിരിക്കുന്നിടത്ത് കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേ പ്രിയ മോൾ ജിറ്റിയെ ദൈവം വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പാട്ടുകൾ പാടി ആരാധിപ്പാൻ ദൈവം സഹായിച്ചു. അനേകർക്ക് ആശ്വാസമാകട്ടെ. ഇന്ന് കടന്നു വന്ന ജീവിതങ്ങൾക്ക് എല്ലാവർക്കും അതൊരു വലിയ അനുഗ്രഹവും ആശ്വാസവും സന്തോഷവുമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രിയമകളെ, കുടുംബത്തെ, അവരുടെ ശുശ്രൂഷകളെ അനുഗ്രഹിക്കാം. നമുക്കൊരുമിച്ച് ചേർന്ന് കർത്താവിന്റെ ദൈവത്തിന്റെ വചനം കേൾക്കാം. ഇപ്പൊ തന്നെ സമയം നമ്മൾ വൈകിയ ഓടുന്നേ. കർത്താവിന്റെ ദാസൻ ഏറെ കാര്യങ്ങൾ നമ്മോട് ഷെയർ ചെയ്യാനായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ബഹുമാന്യ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോൺസൺ വർക്കി അവറുകളെ നമുക്ക് തുടർന്ന് ദൈവം ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കാം. സ്തോത്രം. പ്രിയ ജിറ്റി മോളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു വാക്കില് പ്രിയ കബൂർത്തലയിന്ന് പ്രിയ മാത്യു അപ്പച്ചൻ ഒരു വാക്ക് കെ മാത്യു പാസ്റ്റർ ഒരു നിമിഷം ശുശ്രൂഷകളെ വഹിച്ച് പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, വാഴ്ത്തപ്പെട്ട നല്ല കർത്താവേ, ഈ നല്ല സമയത്തിന് വേണ്ടി നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുകയാണ് കർത്താവെ. കർത്താവെ, ശനിയാഴ്ച ദിവസം ഈ മാധ്യമങ്ങൾ കൂടെ കർത്താവിന്റെ മഹത്വം കർത്താവെ ഹല്ലേലൂയ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. നല്ല വർഷിപ്പ് തന്നതിനായി സ്തോത്രം, ലീഡിങ് തന്നതിനായി സ്തോത്രം കർത്താവെ. ഇതിൽ വചനം കേൾപ്പാനായിട്ട് ഞങ്ങൾ കർത്താവെ വളരെ താല്പര്യത്തോടെ അവിടെ സന്നിധിയിരിക്കുകയാണ് കർത്താവെ. വിശക്കുന്നവരോട് കർത്താവെ ഹല്ലേലൂയ ആഹാരം കൊടുക്കുവാനേ, നിങ്ങൾക്ക് ആവശ്യമുള്ള പെറുക്കിക്കൊള്ളുവാനേ കർത്താവെ അങ്ങ് ഞങ്ങളോട് അടുത്തതിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ അഭിഷേകന്റെ കരങ്ങളിലേക്ക് കേൾപ്പിക്കുകയാണ്. കേൾക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ വിടുതലും ആശ്വാസമായി തീരുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിലേക്ക് കേൾപ്പിക്കുകയാണ്. മഹത്വം എടുക്കണമേ. കടന്നു വന്ന എല്ലാ ഹൃദയങ്ങളും ശക്തമായി ശാന്തമായും വിടുതലിന്റെ വചനം കേൾപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. അഭിഷേകത്തിൽ ഒരിക്കൽ കൂടെ കരങ്ങളെ കേൾപ്പിക്കുന്നു. ഈ സൂമിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരും അനുഗ്രഹിക്കണമേ. തൃക്കരങ്ങളെ കേൾപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. തുടർന്ന് ദൈവത്തിന്റെ വചനം നമുക്ക് കേൾക്കാം. കഴിഞ്ഞ ആഴ്ചയിലും കർത്താവിന്റെ ദാസനായിരുന്നുകൊണ്ട് കൂടുതൽ പരിചയപ്പെടുത്തലിന്റെ ആവശ്യം നമുക്കില്ല. അദ്ദേഹം നമുക്ക് പരിചിതനായി. തുടർന്ന് കർത്താവിന്റെ ദാസനെ ദൈവവചന ശുശ്രൂഷയ്ക്കായി ഞങ്ങൾ ഒരുമിച്ച് ക്ഷണിക്കുന്നു. സ്തോത്രം. കേൾക്കാമല്ലോ? കേൾക്കാം. രാത്രികാലവും ദൈവവചന മുമ്പാകെ നമുക്ക് ആയിരിക്കാൻ ദൈവം കൃപയല്ലോ. അതിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സിസ്റ്റർ ജോയ്സ് ജേക്കബ് പതിനം ശുശ്രൂഷിപ്പാൻ തരുന്ന ഈ നല്ല അവസരത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മളെ ആരാധനയിൽ ലീഡ് ചെയ്ത ജിറ്റി ജോൺ വളരെ നല്ലവണ്ണം സഹോദരിയുടെ ശബ്ദവും വളരെ നന്നായിരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവ സാന്നിധ്യത്തിലേക്ക് നമ്മളെ നയിക്കുവാൻ തക്കവണ്ണം പ്രിയ സഹോദരി നമ്മളെ ലീഡ് ചെയ്തല്ലോ. അതിനായി ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. നമ്മുടെ ഓഡിയൻസിൽ ഞാൻ സിസ്റ്റർ അന്നാകണ്ഠത്തിൽ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദൈവദാസി തൻ്റെ സാക്ഷ്യം ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഈ രാത്രിക്കാലം നമുക്ക് ഒരുമിച്ച് ആയിരിക്കാൻ കൃപ, ദൈവദാസിക്ക് എന്നെ അറിയത്തില്ല, ഒരുമിച്ചായിരിക്കാൻ ദൈവം കൃപ ചെയ്തതിനായിരിക്കും. അതിനായിട്ടും ദൈവ സന്നിധിയിൽ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യണം. ഈ രാത്രികാലത്ത് നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഞാൻ 3 വേദഭാഗങ്ങൾ വായിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകും. കഴിഞ്ഞ ദിവസം നമ്മൾ ഷെയർ ചെയ്തപ്പോൾ, അതിന് മുമ്പ് ഷെയർ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഞാനൊരു റിട്ടയർഡ് കോളേജ് അധ്യാപകനാണ്. ബയോളജിയാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദൈവത്തിന്റെ പ്രത്യേകിച്ച് ഒരു ദൈവത്തിന്റെ വചനം പഠിക്കണമെന്നുള്ള ഒരു ദൈവ നിയോഗം ഉണ്ടാകുന്നതും ഞാൻ ഡാലസിൽ വന്ന് അവിടെ ബൈബിൾ കോളേജിൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അന്ന് മുതൽ ദൈവത്തിന്റെ വചനം പഠിക്കുകയും പഠിപ്പിക്കുകയും കോളേജിലെ മറ്റ് ബയോളജി പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങൾ പോകുന്ന ഇവിടെ ഈ സിറ്റിയിൽ ഞങ്ങൾ പോകുന്ന ഒരു ഇംഗ്ലീഷ് ചർച്ചിൽ അവിടെ കഴിഞ്ഞ 25 വർഷമായിട്ട് ഞാൻ ആ ചർച്ചിന്റെ മെമ്പറാണ്. അതോടൊപ്പം തന്നെ ആ ചർച്ചിന്റെ അസോസിയേറ്റ് പാസ്റ്ററുമായിട്ട് ഞങ്ങൾ ദൈവ ശുശ്രൂഷയിൽ ആയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ബ്രദർ റോജി കോശി എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ അത് പറഞ്ഞല്ലോ, നമ്മുടെ ഒരു
പരിചയപ്പെടുവാൻ വേണ്ടി മാത്രം ഞാൻ അത്രയും പറഞ്ഞു എന്ന് മാത്രം. രാത്രികാലത്ത് നമ്മുടെ ചിന്തയ്ക്കായിട്ട് 3 വേദഭാഗങ്ങൾ ഞാൻ വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. സദൃശവാക്യം, ആദ്യമായിട്ട് സദൃശവാക്യം 18-ാം അധ്യായത്തിന്റെ അതിന്റെ 10-ാമത്തെ വാക്യം. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിൽ ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. യോശുവയുടെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. പിന്നെ യഹോവ യോശുവോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്നാൽ, അറിയാതെ അബദ്ധവശാൽ ഒരാളെ കൊന്നുപോയവൻ ഓടിപ്പോയി ഇരിക്കേണ്ടതിന് ഞാൻ മോശെ മുഖാന്തരം നിങ്ങളോട് കൽപ്പിച്ച സങ്കേത നഗരങ്ങൾ നിശ്ചയിപ്പീൻ. അതിന്റെ 7-ാമത്തെ വാക്യം. അങ്ങനെ അവർ നഫ്താലി മലനാട്ടിൽ ഗലീലെ കേദേശും, എഫ്രൈം മലനാട്ടിൽ ശേഖേമും, യഹൂദ മലനാട്ടിൽ ഹെബ്രോൻ എന്ന കിര്യത്തർബയും, കിഴക്ക് എരിഹോവിനെതിരെ യോർദാനക്കരെ മരുഭൂമിയിൽ രൂബേൻ ഗോത്രത്തിൽ സമഭൂമിയിലുള്ള ബേസരും, ഗിലെയാദിൽ ഗാദ് ഗോത്രത്തിൽ രാമോത്തും, ബാശാനിൽ മനശ്ശെ ഗോത്രത്തിൽ ഗോലാനും നിശ്ചയിച്ചു. അബദ്ധവശാൽ ഒരുത്തനെ കൊന്നുപോയവൻ സഭയുടെ മുമ്പാകെ നിൽക്കും വരെ രക്തപ്രതികാരകന്റെ കയ്യാൽ മരിക്കാതെ ഓടിപ്പോയി ഇരിക്കേണ്ടതിന് ഇസ്രായേൽ മക്കൾക്കൊക്കെയും അവരുടെ ഇടയിൽ വന്നു പാർക്കുന്ന പരദേശിക്ക് വേണ്ടി നിശ്ചയിച്ച പട്ടണങ്ങൾ ഇവ തന്നെ. ഈ വാക്യത്തിൽ നമ്മൾ കാണുന്ന യോർദാന്റെ കിഴക്കും യോർദാന്റെ പടിഞ്ഞാറും ഉള്ള 6 പട്ടണങ്ങൾ സങ്കേത നഗരങ്ങളായിട്ട് വേർതിരിച്ചിരിക്കുന്നു. അത് 9-ാമത്തെ വാക്യത്തിൽ, അബദ്ധവശാൽ ഒരുത്തനെ കൊന്നുപോയവൻ സഭയുടെ മുമ്പാകെ നിൽക്കും വരെ രക്തപ്രതികാരന്റെ കയ്യാൽ മരിക്കാതെ ഓടിപ്പോയിരിക്കേണ്ടതിന് എന്ന് നമ്മളവിടെ വായിക്കുന്നു. 2 ശമൂവേൽ അതിന്റെ 3-ാം അധ്യായത്തിന്റെ 31 മുതൽ ഉള്ള ചില വാക്യങ്ങൾ. ദാവീദ് യോവാബിനോടും അവനോടുകൂടെയുള്ള സകല ജനത്തോടും, നിങ്ങളുടെ വസ്ത്രം കീറി ചാക്കുശീല ഉടുത്ത് അബ്നേറിന്റെ മുമ്പിൽ നടന്ന് വിലപിപ്പീൻ എന്ന് പറഞ്ഞു. ദാവീദ് രാജാവ് ശവമഞ്ചത്തിന്റെ പിന്നാലെ നടന്നു. അവർ അബ്നേറിനെ ഹെബ്രോനിൽ അടക്കം ചെയ്തപ്പോ രാജാവ് അബ്നേറിന്റെ ശവക്കുഴിക്കൽ ഉറക്കെ കരഞ്ഞു. സകല ജനവും കരഞ്ഞു. രാജാവ് അബ്നേറിനെ കുറിച്ച് വിലാപഗീതം ചൊല്ലിയതെന്തെന്നാൽ, അബ്നേർ, നീ ഒരു നീചനെ പോലെയോ മരിക്കേണ്ടത് നിന്റെ കൈ ബന്ധിച്ചിരുന്നില്ല, നിന്റെ കാലിന് ചങ്ങല ഇട്ടിരുന്നില്ല. നീതികെട്ടവരുടെ മുമ്പിൽ പെട്ടുപോകും പോലെ നീ പെട്ടുപോയല്ലോ. സകലവും ജനവും അവനെ കുറിച്ച് കരഞ്ഞുകൊണ്ട് ഇരുന്നു. 2 ശമൂവേൽ 3-ൽ വായിച്ച വാക്യങ്ങളുടെ ചരിത്ര പശ്ചാത്തലത്തിലും യോശുവയിൽ നമ്മൾ വായിച്ച സങ്കേത നഗരങ്ങളുടെ പ്രാധാന്യത്തെയും ബേസ് ചെയ്തുകൊണ്ട് അടിസ്ഥാനത്തിൽ സദൃശവാക്യങ്ങൾ 18-ന്റെ 10 ഈ രാത്രികാലം ഒന്ന് പഠിക്കുവാനാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ദൈവജനങ്ങളും പ്രാർത്ഥനയോടെ ആയിരിക്കുവാൻ ഞാൻ ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ ശമൂവേലിന്റെ പുസ്തകം വായിക്കുമ്പോൾ പ്രവാചകനായ ശമൂവേൽ ഇസ്രായേൽ ജനത്തെ ന്യായം വിധിച്ചിരുന്ന കാലത്ത് ഇസ്രായേൽ ജനം ശമൂവേലിന്റെ അടുക്കൽ വന്നു, പ്രവാചകന്റെ അടുക്കൽ വന്നു പറഞ്ഞു, ഞങ്ങൾക്ക് മറ്റ് ജാതികളെ പോലെ ഞങ്ങൾക്ക് ഒരു രാജാവിനെ വേണം. അവരുടെ ആ അപേക്ഷ പ്രവാചകനായ ശമൂവേൽ അതുമൂലം വളരെ ദുഃഖിതനായി അങ്ങനെ ദൈവത്തോട് ചോദിച്ചപ്പോൾ കർത്താവ് തനിക്ക് മറുപടി കൊടുത്തു. അവർ ചോദിക്കുന്നത് അവർക്ക് ചെയ്തു കൊടുക്കുക. അങ്ങനെ ബെന്യാമിൻ ഗോത്രത്തിൽ കീശിന്റെ മകനായ ശൗൽ ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു എന്ന് നാം ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു. തന്നെ അഭിഷേകം ചെയ്ത സമയത്ത് ശമൂവേൽ പ്രവാചകനിലൂടെ ദൈവം കൊടുത്ത ഒരു നിയോഗമാണ് അമാലേക്ക് എന്ന ഒരു ജനതയെ പൂർണ്ണമായിട്ട് തുടച്ചു നീക്കണം എന്ന് ഉള്ളത്. എന്നാൽ അവൻ തന്റെ ആ ദൗത്യത്തിൽ വളരെ പരാജയപ്പെട്ടു.
യഹോവയുടെ നിർദ്ദേശപ്രകാരം ശമൂവേൽ ദാവീദിനെ ഇസ്രായേലിന്റെ രാജാവായിട്ട് അതിനുശേഷം അഭിഷേകം ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നു. ദാവീദിന് ശൗലിൽ നിന്ന് ഈ സംഭവം മൂലം ശൗൽ ദാവീദിനെ ഏറ്റവും വെറുത്തു. വളരെ കഠിന വിദ്വേഷം ദാവീദിന് നേരിടേണ്ടി വന്നു. ശമൂവേലിന്റെ മരണശേഷം ശൗൽ തന്റെ മാർഗനിർദ്ദേശത്തിനായി ആലോചനയ്ക്കായി ഒരു വെളിച്ചപ്പാടത്തിനോട് സഹായം തേടി. അത് അവന് ഒരു കെണിയായി തീർന്നു എന്ന് നാം ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു. ദിനവൃത്താന്ത പുസ്തകങ്ങൾ 1 ദിനവൃത്താന്തം 10:13 നമ്മൾ അതിങ്ങനെയാണ് വായിക്കുന്നത്. ഇങ്ങനെ ശൗൽ യഹോവയോട് ചെയ്ത അതിക്രമം ഹേതുവായും യഹോവയുടെ വചനം പ്രമാണിക്കായകയാലും വെളിച്ചപ്പാടത്തിയോട് അരുളപ്പാട് ചോദിച്ചതിനാലും മരിക്കേണ്ടി വന്നു. അവൻ യഹോവയോട് അരുളപ്പാട് ചോദിക്കായകയാൽ അവനെ കൊന്നു. രാജ്യത്വം ഇശ്ശായിയുടെ മകനായ ദാവീദിനെ കൊടുത്തു. അതിനുശേഷം ഫിലിസ്ത്യരുമായുള്ള ഒരു യുദ്ധത്തിൽ ശൗലും അവന്റെ മകനായ യോനാഥാനും മരിക്കുന്നതോടെ നമ്മൾ 1 ശമൂവേലിന്റെ പുസ്തകം അവസാനിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെ ദാവീദ് യഹൂദ ഗോത്രത്തിന് രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു. യോവാബ്, ഇനി പറയുന്ന ഈ പേരുകൾ ദൈവജനം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വേദഭാഗമാണ്. എങ്കിലും മനസ്സിൽ വെക്കുക. ഇത് ഞാൻ അതിന്റെ മെസ്സേജിന്റെ ആ ത്രസ്റ്റിലേക്ക് വരുന്നതിന് സഹായമാകും. അതുകൊണ്ട് പേരുകൾ ഓർത്തിരിക്കുക. ദാവീദ് യഹൂദ ഗോത്രത്തിന് രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു. യോവാബ് അവന്റെ സൈന്യാധിപനായിരുന്നു. എന്നാൽ ശൗലിന്റെ സൈന്യാധിപനായ അബ്നേർ ശൗലിന്റെ മകനായ ഈശ്ബോസേത്തിനെ ഇസ്രായേലിന്റെ രാജാവായി സിംഹാസനസ്ഥനാക്കി. 2 ശമൂവേൽ 2:12 നമ്മൾ വായിക്കുന്നു. അങ്ങനെ യോവാബിന്റെ സൈന്യവും അബ്നേറിന്റെ സൈന്യവും തമ്മിൽ ഒരു ശക്തി പരിശോധന അത് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ യൗവനക്കാർ തമ്മിൽ യുദ്ധം ചെയ്തു. അങ്ങനെ അബ്നേറിന്റെ സൈന്യം പരാജയപ്പെട്ടു. യുദ്ധം വളരെ കഠിനമായിരുന്നതിനാൽ അബ്നേർ പരാജയപ്പെട്ടു. അവൻ ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോയി. എന്നാൽ ദാവീദിന്റെ സൈന്യാധിപനായ യോവാബിന് 2 സഹോദരന്മാരുണ്ടായിരുന്നു, അബിശായിയും അസാഹേലും. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു, അസാഹേൽ കാട്ടുകലയെപ്പോലെ ശീഘ്രഗാമിയായിരുന്നു. അവൻ ചെയ്തത്, അവൻ അബ്നേറിനെ പിന്തുടർന്നു. അബ്നേർ തിരിഞ്ഞു നോക്കി അസാഹേലാണെന്ന് മനസ്സിലാക്കി അവനോട് മടങ്ങിപ്പോകുവാൻ പറഞ്ഞു. എന്നാൽ അസാഹേൽ പിന്തിരിയാൻ കൂട്ടാക്കിയില്ല. അവൻ അബ്നേറിനെ പിന്തുടർന്നു. അബ്നേർ തന്റെ കുന്തം കൊണ്ട് അവനെ പുറകോട്ട് കുത്തി. അസാഹേലിന്റെ 5ാമത്തെ വാരിയലിന് താഴെ കുത്തി. കുന്തം അവന്റെ പുറകിലൂടെ പുറത്തു വന്നു. അങ്ങനെ അസാഹേൽ, അതായത് യോവാബിന്റെ സഹോദരനായ അസാഹേൽ അവിടെ വെച്ച് മരിച്ചു. അത് കൊന്നത് അബ്നേർ ആയിരുന്നു. ഇതാണ് നമ്മൾ 1ാമത്തെ ഒരു രംഗമായിട്ട് നാം മനസ്സിൽ വെക്കുക. അങ്ങനെ ശൗലിന്റെ മകൻ ഈശ്ബോസേത്തിന്റെ സൈന്യാധിപനായ അബ്നേർ ദാവീദിന്റെ സൈന്യാധിപനായ യോവാബിന്റെ സഹോദരനായ അസാഹേലിനെ കൊന്നു. മുന്നോട്ട് പോകാം. 2 ശമൂവേൽ 3 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ശൗലിന്റെ ഗ്രഹവും ദാവീദിന്റെ ഗ്രഹവും തമ്മിൽ ദീർഘകാലം യുദ്ധം നടന്നു. ദാവീദ് കൂടുതൽ ബലപ്പെട്ടു. ശൗലിന്റെ ഗ്രഹം കൂടുതൽ ക്ഷയിച്ചുകൊണ്ടും ഇരുന്നു. അബ്നേർ ഇങ്ങനെ ഈശ്ബോസേത്തിന്റെ സൈന്യാധിപനായിരിക്കുന്ന സമയത്ത് അവൻ ശൗലിന്റെ വീട്ടിൽ തന്നെത്താൻ വലിയവനെന്ന് ഉയർത്തുകയും ശൗലിന്റെ വെപ്പാട്ടിയുമായിട്ട് അവൻ അവിഹിത ബന്ധം പുലർത്തുകയും ചെയ്ത ഒരു കാര്യം നമ്മൾ 3-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ഈശ്ബോസേത്ത് അവനോട് ഈ ചെയ്തതിനെ കുറിച്ച് ചോദ്യം ചെയ്തപ്പോൾ അബ്നേർ വളരെ കോപിഷ്ഠനായിട്ട് ഈശ്ബോസേത്തിനോട് പറഞ്ഞു, ഞാൻ നിന്നെ ഒരു പാഠം പഠിപ്പിക്കും. അങ്ങനെ അബ്നേർ ചെയ്തത്, അബ്നേർ
ഹെബ്രോനിൽ ദാവീദിന്റെ അടുക്കൽ പോയി എല്ലാ ഇസ്രായേലിനെയും ദാവീദിന്റെ ഭരണത്തിൽ കൊണ്ടുവരും എന്ന് പറഞ്ഞ്, നമുക്ക് ഈ ഭാഗങ്ങൾ അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു പോവുകയാണ്, ദാവീദുമായിട്ട് ഒരു സമാധാന ഉടമ്പടി ചെയ്തു. അവൻ ഈ സമാധാന ഉടമ്പടിക്ക് ശേഷം തിരികെ പോയി. ആ സമയത്ത് യോവാബ്, ദാവീദിന്റെ സൈനാധിപനായ യോവാബ് അവിടെ ഉണ്ടായിരുന്നില്ല. ഒരു യുദ്ധത്തിന് ശേഷം യോവാബ് ഹെബ്രോനിലേക്ക് മടങ്ങിയെത്തിയപ്പോ അബ്നേർ ദാവീദുമായി ഉണ്ടാക്കിയ ഈ സമാധാന ഉടമ്പടിയെ കുറിച്ച് അറിഞ്ഞു. യോവാബിന് ഇക്കാര്യം ഒട്ടും ഇഷ്ടമായില്ല. അവൻ ദാവീദ് അറിയാതെ അവൻ അബ്നേറിന്റെ പിന്നാലെ ദൂതന്മാരെ അയച്ചു. അബ്നേറിനെ ഹെബ്രോനിലേക്ക് തിരികെ കൊണ്ടുവന്നു. പട്ടണവാതിലിന്റെ പുറത്തോട്ട് അവനെ വിളിച്ചു വരുത്തി അവിടെ വെച്ച് 5-ാമത്തെ വാരിയലിന്റെ കീഴിൽ അവനെ കുത്തി. അങ്ങനെ തന്റെ സഹോദരനായ അസാഹേലിന്റെ രക്തത്തിന് പ്രതികാരം ചെയ്യുവാൻ യോവാബ് അബ്നേറിനെ കൊന്നു. ഈ അബ്നേറിന്റെ മരണ സമയത്താണ് ദാവീദ് അവിടെ നിന്നുകൊണ്ട് വിലപിക്കുന്നത്. ഓർക്കുക, നമ്മൾ ഈ രണ്ട് മരണത്തെയും പഴയ നിയമത്തിലെ നിയമങ്ങളെ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഒന്നിച്ച് അവലോകനം ചെയ്യാം. അബ്നേർ അസാഹേലിനെ ആദ്യമേ കൊന്നു, യോവാബ് അബ്നേറിനെ കൊല്ലുന്നു. ഒരു യുദ്ധസമയത്ത് സ്വന്തം പ്രതിരോധത്തിന് വേണ്ടി, സെൽഫ് ഡിഫൻസിന് വേണ്ടിയാണ് ആദ്യമേ അബ്നേർ അസാഹേലിനെ കൊന്നത്. വാസ്തവത്തിൽ അബ്നേർ അസാഹേലിനോട് പറഞ്ഞതാണ്, ഇട മടങ്ങിപ്പോവും. എന്നാൽ അയാൾ പിന്മാറിയില്ല. അങ്ങനെയാണ് അബ്നേർ അസാഹേലിനെ കൊന്നത്. എന്നാൽ രണ്ടാമത്തെ കൊലപാതകം അല്ലെങ്കിൽ മരണം എന്ന് പറയുന്ന യോവാബ് അബ്നേറിനെ കൊന്ന് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് കൊലപാതകമായിരുന്നു. അത് തന്റെ സഹോദരനായ അസാഹേലിന്റെ രക്തപ്രതികാരം ചെയ്യാനായിരുന്നുവെങ്കിലും അത് ഒരു മുൻകൂട്ടിയുള്ള ഒരു പ്രീമെഡിറ്റേറ്റഡ് മർഡർ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്തിനാണ് അബ്നേറിന്റെ മരണത്തിങ്കൽ ദാവീദ് അതുപോലെ നമ്മൾ വായിച്ച വണ്ണം വിലപിച്ചത്? 33-ാമത്തെ വാക്യം, രാജാവ് അബ്നേറിനെ കുറിച്ച് വിലാപം ചൊല്ലിയതെന്തെന്നാൽ, അബ്നേർ ഒരു നീചനെ പോലെയോ മരിക്കേണ്ടത്. നിന്റെ കൈ ബന്ധിച്ചിരുന്നില്ല, നിന്റെ കാലിന് ചങ്ങലയിട്ടിരുന്നില്ല, നീതികെട്ടവരുടെ മുമ്പിൽ പട്ടുപോകും പോലെ നീ പട്ടുപോയല്ലോ. എന്തുകൊണ്ടാണ് ദാവീദ് അബ്നേറിന്റെ ഈ സമയത്ത് ഇങ്ങനെ ഒരു രീതിയിൽ വിലപിക്കുവാനുള്ള കാരണം? വീണ്ടും നമുക്ക് യോശുവയുടെ പുസ്തകത്തിൽ 20-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് വരാം. അങ്ങനെ അവർ നഫ്താലി പട്ടണത്തിൽ ഗലീലെ കാദേശും എഫ്രൈം മലനാട്ടിൽ ശേഖേമും യഹൂദ മലനാട്ടിൽ ഹെബ്രോൻ എന്ന കിര്യത്തർബ. എന്തിനാണ് ദാവീദ് വിലപിച്ചത്? കാരണം അബ്നേറിന്റെ കൊലപാതകം നടന്നത് ഈ സങ്കേത നഗരങ്ങളിൽ ഒന്നിന്റെ പടിവാതിക്കൽ വെച്ചായിരുന്നു. അതുകൊണ്ട് ദാവീദ് വിലപിക്കുന്നു, ഓ അബ്നേറെ, ഹെബ്രോൻ നഗരത്തിന്റെ പ്രാധാന്യം നിനക്കറിയാമായിരുന്നു. നിനക്ക് ചെയ്യാമായിരുന്നത്, നിന്റെ കൈകൾ ബന്ധിക്കപ്പെട്ടിരുന്നില്ല, നിന്റെ കാലുകളിൽ ചങ്ങലയില്ലായിരുന്നു. നിനക്ക് യോവാബിനെ തള്ളിക്കളഞ്ഞിട്ട് ഈ പട്ടണത്തിലേക്ക് പെട്ടെന്ന് കയറിയിരുന്നുവെങ്കിൽ ഇത് സങ്കേത നഗരമാണ്, നീ അവിടെ സുരക്ഷിതനായി തീർന്നിരുന്നേനെ. അതിനാണ് ദാവീദ് ആ രീതിയിൽ വിലപിച്ചത്. അബ്നേർ വഞ്ചിക്കപ്പെട്ടു, അവൻ നഗരവാതിലിന് പുറത്തേക്ക് പോയി കൊല്ലപ്പെട്ടു. എന്താണ് ഇതിന്റെ എല്ലാം പ്രാധാന്യത? സദൃശവാക്യം 18-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിൽ ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. ശലോമോൻ ഇതെഴുതുമ്പോൾ എന്റെ ബലമായ അഭിപ്രായം, ശരിക്കും ശലോമോന്റെ മനസ്സിൽ ഈ സങ്കേത നഗരങ്ങളെ തന്റെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് താൻ ഈ വാക്യം എഴുതുന്നത്. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. സഹോദരി സഹോദരന്മാരെ, ശത്രു സാത്താൻ എപ്പോഴും നമ്മുടെ പുറകിൽ ആണെന്നുള്ള കാര്യം മറന്നു പോകുന്നത്.
നമ്മൾ ഏത് രീതിയിലും തളർത്തിക്കളവാൻ, ഏത് രീതിയിലും നമ്മളെ നശിപ്പിച്ചു കളവാൻ സാത്താൻ നമ്മുടെ പിന്നാലെ ഉണ്ട്. എന്നാൽ നമുക്കൊരു സങ്കേത നഗരമുണ്ട്. അതിലേക്ക് നമുക്ക് ഈ രാത്രികാലം നമുക്ക് ഓടിച്ചെല്ലാം. അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണെന്നുള്ള കാര്യം, ആ നാമം യേശുക്രിസ്തുവാണെന്നുള്ള കാര്യം ഈ രാത്രികാലം മനസ്സിലാക്കുക. ഫിലിപ്പിയ ലേഖനത്തിൽ 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യും. ഹല്ലേലൂയ. എല്ലാ പൈശാചിക ശക്തികളും യേശുവിൻ നാമത്തിൽ വിറയ്ക്കും. എല്ലാ ബന്ധനങ്ങളും യേശുവിൻ നാമത്തിൽ തകർക്കപ്പെടും. നമ്മൾ കർത്താവിന്റെ നാമത്തിൽ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ, അല്ലെങ്കിൽ കർത്താവിന്റെ നാമത്തിൽ നമ്മൾ ആ സങ്കേത പട്ടണത്തിലേക്ക് കയറുമ്പോൾ, ശത്രുവിന് നമ്മുടെ മേൽ യാതൊരു അധികാരവുമില്ല. നമ്മൾ ഈ പട്ടണത്തിൽ യേശുവിൻ നാമത്തിങ്കൽ നമ്മൾ സുരക്ഷിതരാണെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. കർത്താവിന്റെ ജനനത്തിന് 700 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ച പ്രവാചകനായ യെശയ്യാവ് ഇങ്ങനെ പറഞ്ഞു. 61-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം: എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നുണ്ട്. യഹോവയെ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാൻ, തടവുകാർക്ക് വിടുതൽ, ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാൻ, യഹോവയുടെ പ്രസാദ വർഷം, ദൈവത്തിന്റെ പ്രതികാര ദിവസം പ്രസിദ്ധമാക്കുവാനും, ദുഃഖിതന്മാരെയൊക്കെ ആശ്വസിപ്പിക്കുവാനും, സിയോനിലെ ദുഃഖിതന്മാർക്ക് കണ്ണീരിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദത്തിലും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാൻ അവൻ എന്നെ അയച്ചിരിക്കുന്നു. അവൻ മഹത്വീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് നീതിവൃക്ഷങ്ങൾ എന്നും യഹോവയുടെ നടുതല എന്നും പേരാകും. ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് പറവാനുള്ളത്, യേശുവിൻ നാമത്തിങ്കൽ ആമേൻ നമ്മൾ എളിയവരോട് സത്വാനം ഘോഷിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഹൃദയം തകർന്നവരെ മുറിവെട്ടിയും തടവുകാർക്ക് വിടുതൽ ആമേൻ പ്രഖ്യാപിക്കുകയും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിക്കുകയും ആമേൻ യഹോവയുടെ പ്രസാദ വർഷം ആമേൻ ദുഃഖിതന്മാർ ആമേൻ പ്രസിദ്ധമാക്കുകയും ദുഃഖിതന്മാരെയൊക്കെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ആ യേശുവിൻ നാമത്തിൽ നമുക്ക് ഈ രാത്രികാലവും ആശ്രയിക്കാം. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിൽ ഓടിച്ചൊന്ന് അഭയം പ്രാപിക്കും. ശത്രു നമ്മുടെ പുറകെ വരുമ്പോൾ, ഹല്ലേലൂയ, രക്തപ്രതികാരകൻ നമ്മുടെ പുറകെ വരുമ്പോൾ, ആമേൻ സങ്കേത നഗരങ്ങൾ ആമേൻ ഇസ്രായേൽ ജനത്തിലുള്ളത് വേണം. നമുക്കുള്ള സങ്കേത നഗരം യേശുവിൻ നാമമാണെന്നുള്ള കാര്യം ഈ രാത്രികാലം നമ്മൾ മനസ്സിലാക്കുക. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിൽ ഓടിച്ചൊന്ന് അഭയം പ്രാപിക്കും. ഹല്ലേലൂയ. യേശുക്രിസ്തു മാത്രമാണോ നമ്മുടെ അഭയ കേന്ദ്രം എന്നുള്ളത് മറന്നു പോകരുത്. കർത്താവിന് മാത്രമേ നമ്മളെ നിത്യനരകത്തിൽ നിന്ന് ദൈവത്തിന്റെ ശിക്ഷയിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയുള്ളൂ. പത്രോസ് അതിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു, അപ്പോസ്തലപ്രവൃത്തി 4:12, മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമമില്ല. യേശുവിൻ നാമത്തിങ്കൽ ഹല്ലേലൂയ അധോലോകത്തിന് എല്ലാവരുടെയും മുഴങ്കാലുകൾ മടങ്ങുകയും ആമേൻ ഹല്ലേലൂയ കർത്താവിനെ ആമേൻ രക്ഷിതാവെന്ന് ഏറ്റുപറയുകയും ചെയ്യും. Every knee shall bow and every tongue will confess that Jesus Christ is Lord for the glory of God. Amen. തീർച്ചയായിട്ടും നഷ്ടപ്പെട്ട പാപി ന്യായവിധിക്ക് യോഗ്യനാണ്. എന്നാൽ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ അതിന്റെ 6-ാം അധ്യായത്തിന്റെ 23 ഇങ്ങനെ പറയുന്നു, പാപത്തിന്റെ ശമ്പളം മരണമാണ്, എന്നാൽ 8:1 എന്നാൽ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. രക്തപ്രതികാരകൻ സാത്താൻ ഒരു പാപിയെ പിന്തുടർന്നു. മാത്രമല്ല ദൈവജനങ്ങളെ നമ്മളെ എങ്ങനെയും തകർക്കണം, എങ്ങനെയും നമ്മളെ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിക്കുവാൻ തക്കവണ്ണം ജീവിതത്തിൽ ആമേൻ നമ്മൾ ഇന്ന് പ്രാർത്ഥിച്ചപ്പോൾ പല ദൈവജനങ്ങളും പ്രാർത്ഥിച്ചു. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളോട് ഇടപെട്ടുകൊണ്ട് ആമേൻ ഹല്ലേലൂയ അവരെ ദൈവ വഴിയിൽ നിന്ന് വേർതിരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ പ്രതിസന്ധികൾ ഇട്ടുകൊണ്ട് നമ്മൾക്ക് നേരെ വരുമ്പോ ആമേൻ ഹല്ലേലൂയ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ വേണം, യുദ്ധം യഹോവയ്ക്കുള്ളത്, നീതിമാൻ അതിൽ യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിൽ ഓടിച്ചൊന്ന് അഭയം പ്രാപിക്കും. നമുക്ക് അല്പസമയം ഉള്ളത്
ഈ സങ്കേത നഗരങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഈ നഗരങ്ങൾ ദൈവത്താൽ നിയമിക്കപ്പെട്ടതായിരുന്നു. ഇറ്റ് വാസ് അപ്പോയിന്റഡ്, ദേ വർ അപ്പോയിന്റഡ് ബൈ ഗാഡ്. ഇത് മോശയുടെ ഐഡിയ അല്ല. ന്യായപ്രമാണം പ്രശംസിക്കാതിരിപ്പാൻ ഇത് മോശയുടെ ഒരു നിയമമല്ല. ഇത് ദൈവത്തിന്റെ കൃപയുടെ പ്രവൃത്തിയായിരുന്നു. ഇറ്റ് വാസ് ആൻ ആക്ട് ഓഫ് ദ ഗ്രേസ് ഓഫ് ഗാഡ്. ദൈവത്തിന്റെ കൃപയുടെ ഒരു പ്രവൃത്തിയായിരുന്നു. മാത്രമല്ല, ഇത് ഒരു റിലീജിയസ് അല്ലെങ്കിൽ ഒരു റിലീജിയൻ ഇതിനെക്കുറിച്ച് ബ്രാഗ് ചെയ്യാൻ തക്കവണ്ണം മതത്തിന് പ്രശംസിക്കാതെ ഇരിക്കേണ്ടതിന് വേണ്ടി അന്നത്തെ പുരോഹിതന്മാരല്ല ഈ സങ്കേത നഗരങ്ങളെ നിയമിച്ചത്. കാരണം അങ്ങനെയായിരുന്നുവെങ്കിൽ മനുഷ്യൻ പ്രശംസിക്കുമായിരുന്നു. എന്നാൽ ദൈവം തന്റെ കൽപ്പന പ്രകാരം ഹി അപ്പോയിന്റഡ് ദോസ് സങ്കേത നഗരങ്ങൾ. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവജനമേ, പിതാവായ ദൈവത്തിന്റെ പദത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് പിതാവായ ദൈവമാണ് പുത്രനായ ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി കാൽവരിയിൽ തകർത്ത് കളഞ്ഞത്. ഈ നഗരങ്ങളെ ദൈവം നിയമിച്ചത് മാത്രമല്ല, അത് ദൈവത്താൽ പ്രഖ്യാപിക്കപ്പെട്ടതുമായിരുന്നു. ഈ പട്ടണങ്ങൾ, അതിന്റെ പേരുകൾ നമ്മൾ പഠിച്ചാൽ നമ്മുടെ കർത്താവിന്റെ ശുശ്രൂഷയെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞ് ഞാൻ ആ ഭാഗത്തേക്ക് ഇന്ന് പോകുന്നില്ല. അങ്ങനെ ഇതൊരു മനുഷ്യന്റെ ആശയമല്ല, ദൈവത്തിന്റെ ആശയമായിരുന്നു എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. മൂന്നാമത്തെ പ്രധാനമായ കാര്യം, ഈ നമ്മൾ നേരത്തെ പറഞ്ഞു, യോർദാൻ നദിയുടെ പടിഞ്ഞാറ് 3 പട്ടണങ്ങൾ, അതിന്റെ കിഴക്ക് 3 പട്ടണങ്ങൾ. യഹൂദാ ഗോത്രം 12 ഗോത്രങ്ങളിൽ ചിതറി പാർക്കുമ്പോൾ അവർക്ക് അസൈൻ ചെയ്ത പട്ടണങ്ങളിൽ അവർ പാർക്കുമ്പോൾ അവർക്ക് ഈ സങ്കേത നഗരങ്ങളിൽ ഏതെങ്കിലും ഒക്കെ രക്തപ്രതികാരകൻ അവരുടെ പുറകെ വരുമ്പോൾ ഈ പട്ടണത്തിൽ ഏതെങ്കിലും ഒന്നിലേക്ക് അവർക്ക് ഓടിച്ചെല്ലത്തക്കവണ്ണം ഇത് അവർക്ക് സമീപമായിരുന്നു എന്നുള്ള കാര്യം. ഇറ്റ് വാസ് ആക്സസബിൾ ടു all people. അത് പ്രവേശന യോഗ്യമായിരുന്നു. അവർക്ക് ഈ ഏതെങ്കിലും പട്ടണത്തിലേക്ക് ഓടിച്ചെല്ലാമായിരുന്നു എന്ന് നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. സങ്കേത നഗരങ്ങൾ അകലെയാണ് എന്നുള്ള വാദം അവിടെ നിലനിൽക്കുന്നില്ല. കാരണം അവർക്ക് പെട്ടെന്ന് ഓടിച്ചെല്ലുവാൻ തക്കവണ്ണം ഈ എല്ലാ 12 ഗോത്രങ്ങളിലെ ആളുകൾക്ക് ഓടിച്ചെല്ലുവാൻ തക്കവണ്ണം 3 പട്ടണങ്ങൾ, അതിന്റെ പടിഞ്ഞാറും പട്ടണങ്ങൾ, അതിന്റെ കിഴക്കുമായിട്ട് ദൈവം നിയോഗിച്ചു. റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം, ആമേൻ, ദൈവത്തിന്റെ വചനം കേട്ടവർ ഇത് എനിക്ക് വേണ്ടിയല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, വചനം നിനക്ക് സമീപമായും നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു, അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം തന്നെ എന്ന് നാം ദൈവത്തിന്റെ വചനത്തിൽ അവിടെ വായിക്കുന്നു. ഹല്ലേലൂയ. ഒരു എക്സ്ക്യൂസുമില്ല എന്നെ കേൾക്കുന്ന ദൈവജനം. ആരെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവജനങ്ങളെല്ലാം വിശ്വാസികളെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ആരെങ്കിലും ഇല്ലെങ്കിൽ, കേട്ടിട്ടില്ല എങ്കിൽ, ദൈവജനമേ, ഈ രാത്രികാലം ഞാൻ പറയട്ടെ, മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല. യേശുവിൻ നാമമല്ലാതെ നമ്മളെ രക്ഷിക്കുവാൻ മറ്റൊരു നാമമില്ല. ഈ രാത്രിക്കാരൻ നമുക്ക് ആ നാമത്തിലേക്ക് ഒന്ന് ഓടിച്ചെല്ലാം. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിൽ ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. ഇത് പട്ടണങ്ങൾ ദൈവത്താൽ നിയമിക്കുക മാത്രമല്ല, പ്രഖ്യാപിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, എല്ലാവർക്കും പ്രാപ്യമായിരുന്നു. ഇത് മാത്രമല്ല, ഈ പട്ടണത്തിൽ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ രക്തപ്രതികാരകന് നമ്മളെ തൊടുവാൻ കഴിയുകയില്ല. നമ്മൾ യേശു ക്രിസ്തുവിലായി കഴിഞ്ഞാൽ, നമ്മൾ റോമാലേഖനത്തിന്റെ 8-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന വണ്ണം, there is no condemnation
for those who are in Christ Jesus. യേശു ക്രിസ്തുവിൽ, ആമേൻ, ഹല്ലേലൂയ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. മാത്രമല്ല, ഈ പട്ടണത്തിന്റെ പ്രത്യേകത, അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്ന, ആ പട്ടണത്തിൽ ആരെങ്കിലും ഓടിച്ചെന്നാൽ തന്റെ കേസ് ആരെങ്കിലും കൊന്നിട്ടാണല്ലോ താൻ ചെല്ലുന്നത്, തന്റെ കാര്യം അവർ മൂപ്പന്മാരോട് പറയണം. ആ പട്ടണത്തിൽ താൻ അന്നത്തെ ശ്രദ്ധിക്കണമേ, അന്നത്തെ മഹാപുരോഹിതന്റെ മരണം വരെ താൻ സുരക്ഷിതനായിട്ട് അവിടെ കഴിയുവാൻ കഴിയും. എന്നാൽ ദൈവജനമേ, നമുക്കുള്ള പ്രത്യേകത, നമ്മുടെ മഹാപുരോഹിതൻ ഒരിക്കലും മരിക്കുന്നില്ല. നമുക്ക് വേണ്ടി ജീവിക്കുന്ന നമ്മുടെ മഹാപുരോഹിതന്റെ മരണം വരെ ഓടിപ്പോയ ആ നഗരത്തിനുള്ളിൽ സുരക്ഷിതരായിരുന്നു. എന്നാൽ നമുക്ക് വേണ്ടി നമ്മുടെ മഹാപുരോഹിതൻ ഒരിക്കലും മരിക്കുന്നില്ല, അവൻ ജീവിക്കുന്നു. അതുകൊണ്ട് എബ്രായലേഖനം 4:14 ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിലൂടെ കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. ഹല്ലേലൂയ. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിൽ ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. ഈ രാത്രികാലം ഈ ചില യഹോവയുടെ നാമത്തിന്റെ പ്രത്യേകതകളിലൂടെ, അതിന്റെ അർത്ഥങ്ങളൂടെ പറഞ്ഞിട്ട് ഈ രാത്രികാലം ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഞാൻ വിരമിക്കുവാനാണ് താല്പര്യപ്പെടുന്നത്. നാം ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ ദൈവം തന്നെ വെളിപ്പെടുത്തിയ പല സന്ദർഭങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 22:13-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം കഴിക്കാൻ പോയ സന്ദർഭവും തന്റെ മകനായ ഇസ്ഹാക്കിനെ യാഗം കഴിക്കുവാൻ ശ്രമിക്കുമ്പോൾ തന്നെ ദൈവം വിലക്കുകയും അവിടെ താൻ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഒരു റാം അവിടെ കൊമ്പ് കുരുങ്ങി അവിടെ കിടക്കുന്നത് കണ്ടു. താൻ അതിനെ എടുത്ത് യാഗം കഴിച്ചു. എന്നിട്ട് പറഞ്ഞു, യഹോവ ഇരേ, the Lord who provides. യഹോവ ഇരേ, the Lord who provides. ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, നാം ഏത് രീതിയിൽ ഉള്ള സാഹചര്യങ്ങളുടെ കടന്നു പോകുന്നു എന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ സകല ആവശ്യങ്ങളിലും കർത്താവ് നമ്മളെ കാക്കുകയും നമ്മളെ പരിപാലിക്കുകയും നമ്മുടെ ആവശ്യങ്ങൾക്ക് നമുക്ക് മതിയായ ദൈവം ആണെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഹി പ്രൊവൈഡ്സ്. യഹോവ ഇരേ. ഞാൻ ഇത് പറയുമ്പോൾ, ഞാൻ അമേരിക്ക വന്നിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ഇപ്പോൾ 38 വർഷമാകുന്നു. കുടുംബമായിട്ട് ഡാലസിലും ഇപ്പോൾ സാൻ ആന്റോണിയോ എന്ന് പറയുന്ന സ്ഥലത്തും റിജിക്കോഷി താമസിക്കുന്ന ഈ പട്ടണത്തിലും ഞങ്ങളായിരിക്കുന്ന എൻ്റെ ഈ പറയുന്ന കാര്യങ്ങൾ ചിലതെങ്കിലും റിജിക്കോഷിയും ദൈവദാസനും ഓർക്കുന്നുണ്ടായിരിക്കാം. ഞാൻ ഡാലസിലായിരുന്നപ്പോ ഞങ്ങൾക്ക് ആ സമയങ്ങളിൽ എൻ്റെ ഭാര്യ നേഴ്സാണ്. ഞാൻ അവിടുത്തെ മെഡിക്കൽ കോളേജിലാണ് ഞാൻ ആ സമയത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ കുഞ്ഞുങ്ങൾ ഉണ്ടായ സമയത്ത് ഞങ്ങൾ ഒരാൾ മാത്രം ജോലി ചെയ്തുകൊണ്ട് ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ ഞങ്ങളുടെ വീടിന്റെ പേയ്മെന്റ് കൊടുക്കുവാൻ, ഒരു മാസം പേയ്മെന്റ് കൊടുക്കുവാൻ വയ്യാത്ത ഒരവസരത്തിലേക്ക്, ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസിലേക്ക് ഞങ്ങൾ നീങ്ങി. എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. എന്നാൽ ആ സമയത്ത് ഞങ്ങൾ ഞാൻ ഡാലസിൽ വെച്ച് നടന്ന ഒരു സംഭവമാണ്. ഞങ്ങളുടെ എൻ്റെ സഹോദരങ്ങളുടെ അടുത്ത് താമസിക്കുവാനായിട്ടൊരു പുതിയ വീടിന് വേണ്ടി അവിടെ ഞങ്ങൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഈ പഴയ വീട് വിൽക്കുവാനും കഴിയുന്നില്ല. ഞങ്ങൾ ഇങ്ങനെ ഫൈനാൻഷ്യലായിട്ട് വളരെ ക്രൈസിസിലായി. ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ച സമയങ്ങളിൽ ഞങ്ങൾക്ക് അറിയാൻ വയ്യാതെ അറിയാത്തൊരു വ്യക്തി, ഞാൻ ഇത് പറയാനുള്ള അറിയാൻ വയ്യ എന്ന് പറയുന്നത്, ഞാൻ ജോലിയിലായിരുന്നു. ബീന അന്ന് ഞങ്ങളുടെ ആദ്യത്തെ കുഞ്ഞിനെ പ്രസവിച്ച്, എൻ്റെ വൈഫ് പ്രസവിച്ച് അവൾ രാത്രി ജോലി കഴിഞ്ഞ് വന്ന് വീട്ടിൽ കിടന്ന് ഉറങ്ങുകയാണ് കുഞ്ഞിന്റെ കൂടെ. ആ സമയത്ത് ഞങ്ങളുടെ വീട് റിയലേറ്റർ തുറന്നു കൊടുത്ത ആരോ ഒരു വ്യക്തി ഞങ്ങളുടെ വീട് വന്ന് ഞങ്ങൾ ചോദിച്ചതിൽ കൂടുതൽ പ്രൈസാ വന്ന് ആ വീട്
ആ വ്യക്തി വാങ്ങിച്ചു കൊണ്ടുപോയി. അന്ന് രജിസ്റ്റർ ചെയ്യുന്ന സമയത്താണ് ഞാൻ ആ വ്യക്തിയെ കാണുന്നത് തന്നെ. ഞാൻ ഈ പറഞ്ഞതിന്റെ കാര്യം, ഞങ്ങളുടെ അനുഭവത്തിൽ നിന്നൊരു കാര്യം പറഞ്ഞു. ആമേൻ. വീടിന്റെ പേയ്മെന്റ് കൊടുക്കാൻ ഇല്ലാതിരുന്ന സമയത്ത് ആ വീടിന് ഉപരി പൈസ തന്ന് ദൈവം ഞങ്ങളെ മാനിക്കുകയും ഞങ്ങളെ സഹായിക്കുകയും ചെയ്തു. ആ സമയത്താണ് വീണ്ടും ഞങ്ങൾ ആ മറ്റേ വീട്ടിലേക്ക് മൂവ് ചെയ്യുകയും ഏകദേശം 2 വർഷം കഴിഞ്ഞ് ഈ പട്ടണത്തിലേക്ക് ആമേൻ മടങ്ങി വരുവാൻ തക്കവണ്ണം ഇടയായതും യഹോവ ആമേൻ യഹോവ ഇതേ നമുക്ക് വേണ്ടി ദൈവം പ്രൊവൈഡ് ചെയ്യുന്ന, നമുക്ക് വേണ്ടി നമ്മളെ സഹായിക്കുന്ന ദൈവം ആണെന്നുള്ള കാര്യം. ഫിനാൻഷ്യലിന്റെ മാത്രമല്ല, നമുക്ക് ദൈവം യഹോവ ജൈറെ, യഹോവ നമുക്ക് സഹായിക്കുന്ന ദൈവം മാത്രമല്ല, ദൈവം നമ്മളെ സൗഖ്യമാക്കുന്ന യഹോവയാണെന്നുള്ള കാര്യവും മറന്നു പോകരുത്. യഹോവ റാഫ, യഹോവ നമ്മളെ സൗഖ്യമാക്കുന്ന ദൈവം. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ ദൈവം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, ഈ നൺ ഓഫ് ദീസ് ഡിസീസസ്, ഈജിപ്ഷ്യനെ മിസ്രൈമിലേക്ക് വരുത്തി യാതൊരു ബാധയും നിനക്ക് വരികയില്ല. He is the one that healeth us. നമ്മളെ സൗഖ്യമാക്കുന്ന യഹോവ. അനേക അനുഭവങ്ങൾ ദൈവജനത്തോട് എനിക്ക് പറയുവാനുണ്ട്. ആമേൻ. ഞങ്ങളെ ദൈവം സൗഖ്യമാക്കിയ, ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത്, ഇതും ആമേൻ അനേക വർഷം മുമ്പ് നടന്ന ഒരു സമയമാണ്. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളെ ഓടി ഇങ്ങനെ കൂട്ടിയിടിച്ച് എൻ്റെ ഇടത്തെ കണ്ണാണെന്ന് എൻ്റെ ഓർമ്മ, പല പ്രാവശ്യം ഇങ്ങനെ കൂട്ടിയിടിച്ച് ഇങ്ങനെ ബൾജ് ചെയ്ത് വളരെ നീര് വെച്ച് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് ആ സമയങ്ങളിൽ ഹീലായി. എന്നാൽ എന്തുകൊണ്ടോ ഏകദേശം വർഷങ്ങൾക്ക് ശേഷം ആ സംഭവം, അങ്ങനെ കൂട്ടിമുട്ടിയ സംഭവത്തിലൂടെ ആണെന്നാണ് എൻ്റെ ബലമായ വിശ്വാസം, വീണ്ടും നീരി വെക്കുവാൻ തുടങ്ങി. അങ്ങനെ എനിക്കത് വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു സംഭവമായിട്ട് മാറി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ എൻ്റെ പിതാവ് ഒരു ദൈവദാസനാണ്. അനേക വർഷം ദൈവത്തെ ശുശ്രൂഷിച്ചിട്ട് ഈ ലോകം വിട്ട് കടന്നുപോയി. അദ്ദേഹം ആ സമയത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇന്ന് വരെ എനിക്ക് ആ പ്രയാസം ഉണ്ടായിട്ടില്ല. ദൈവം നമ്മളെ സൗഖ്യമാക്കുന്ന യഹോവയാണെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. മാത്രമല്ല, യഹോവ നമ്മുടെ കൊടി. ശത്രു നമ്മുടെ നേരെ വരുമ്പോൾ ദ ലോർഡ് ഈസ് അവർ ബാനർ. നമ്മൾ പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ അമാലേക്കിന്റെ നേരെയുള്ള യുദ്ധത്തിന് ശേഷം ആമേൻ ഹല്ലേലൂയ ഇസ്രായേൽ ജനം മോശ നമ്മൾ ദൈവത്തിന് ഒരു യാഗപീഠം പണിതിട്ട് അവിടെ താൻ പറഞ്ഞു, യഹോവ നിസി, യഹോവ എന്റെ കൊടി. ഈ ഭാഗങ്ങൾ വളരെ വിശദമായിട്ട് സംസാരിക്കേണ്ടതാണ്. എന്നാൽ സമയത്തിന്റെ ചുരുക്കം മൂലം ഞാൻ മുന്നോട്ട് പോകട്ടെ. മാത്രമല്ല, ദൈവം നമുക്ക് സമാധാനം തരുന്ന ദൈവമാണ്. യഹോവ ഷാലോം. 23-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യം, ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്, യഹോവ എന്റെ ഇടയനാകുന്നു. മാത്രമല്ല, ഈ പേരുകളെല്ലാം, നമ്മൾ ഈ കേട്ട പേരുകളും മറ്റ് എല്ലാ ദൈവത്തിന്റെ യഹോവയുടെ നാമം, മറ്റെല്ലാ പേരുകളും നമുക്ക് ഒറ്റ പേരിൽ കൊണ്ടുവരാം. യഹോവ യാഷ ഓർ ജഹോഷുവ, യോശുവ. That name is Jesus. കർത്താവിന്റെ ജീസസ് എന്നുള്ള പറയുന്നത് തന്നെ വിളിക്കുന്നത് ഗ്രീക്ക് ആണ്. അതിന്റെ ഹീബ്രു ഭാഗം, അതിന്റെ വേർഷനാണ് ജഹോഷുവ, അല്ലെങ്കിൽ ദ ലോർഡ് ഹൂ സേവ്സ്. നമ്മൾ അതുകൊണ്ട് ഈ രാത്രികാലം നമുക്ക് യഹോവയുടെ നാമത്തിലേക്ക് ഓടിച്ചല്ല, നീതിമാൻ അതിൽ ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. ഞാൻ മുമ്പേ വായിച്ച വണ്ണം ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ വായിക്കുന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി, അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യും. ഹല്ലേലൂയ. അബ്നേറിനെ പറ്റിയ അബദ്ധം നമുക്ക് പറ്റരുത് ദൈവജനമേ. ഒരു സ്റ്റെപ്പ് എടുക്കുവാൻ തക്കവണ്ണം ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവജനങ്ങൾ ആരെങ്കിലും വിശ്വാസത്തിന്റെ ഒരു സ്റ്റെപ്പ് എടുക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നുവെങ്കിൽ, ആമേൻ, രക്ഷിക്കപ്പെട്ട ദൈവജനം സ്നാനപ്പെടാതെ വണ്ണം
ആയിരിക്കുന്നുവെങ്കിൽ വിശ്വാസത്തിന്റെ ഒരു സ്റ്റെപ്പ് എടുക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഈ രാത്രികാലം നമ്മളെ ഉത്ബോധിപ്പിക്കുന്നു. മാത്രമല്ല, ദൈവത്തിന്റെ ആത്മാവ് പല സമയങ്ങളിൽ നമ്മുടെ ഹൃദയത്തോട് വിശ്വാസത്തിന്റെ ഒരു സ്റ്റെപ്പ് എടുക്കുവാൻ തക്കവണ്ണം പറഞ്ഞിട്ടും നമ്മൾ ചെയ്യാതെ ഇരിക്കുന്നുവെങ്കിൽ ഈ രാത്രികാലം ഞാൻ ഒരു പ്രാവശ്യം കൂടെ നിങ്ങളെ ആഹ്വാനം ചെയ്തിട്ടെ, അബ്നേർ ഒരു സ്റ്റെപ്പ് എടുക്കാഞ്ഞതുകൊണ്ട് തന്റെ ജീവൻ നഷ്ടപ്പെട്ടുവെങ്കിൽ ഹല്ലേലൂയ, നമ്മൾ ഒരു അവിശ്വാസത്തിന്റെയോ അനുസരണക്കേടിന്റെയോ ഒരു സ്റ്റെപ്പ് നമ്മൾ എടുത്തില്ല എങ്കിൽ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ പലതും നമുക്ക് നഷ്ടമാകുവാൻ സാധ്യതയുള്ളത് കൊണ്ട് വിശ്വാസത്തിന്റെ ഒരു സ്റ്റെപ്പ് ഈ രാത്രികാലം നമുക്ക് എടുക്കാം എന്ന് ഹല്ലേലൂയ ഞാൻ നിങ്ങളെ ഉത്ബോധിപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാനതിൽ ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. നമ്മളെ സൗഖ്യമാക്കുന്ന യഹോവ നമുക്ക് ഹല്ലേലൂയ യേശു ക്രിസ്തുവിൻ നാമം ഭൂലോകരുടെയും അധോലോകരുടെയും സ്വർലോകരുടെയും മുഴങ്കാലുകൾ മടങ്ങുന്ന യേശു ക്രിസ്തുവിൻ നാമം, പൈശാചിക പോരുകൾ കീഴടങ്ങുന്ന യേശു ക്രിസ്തുവിൻ നാമം, സകല ബന്ധനങ്ങളെയും ബ്രേക്ക് ചെയ്യുന്ന, ഉടച്ചു കളയുന്ന യേശുവിൻ നാമം, ആ നാമത്തിൽ ഈ രാത്രികാലം നമുക്ക് ആശ്രയിക്കാം. മറ്റൊരുവനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ നല്ല നമ്മുടെ രക്ഷയെ കുറിച്ച് പറയുന്നു. എന്നാൽ വിശ്വാസികളായ നമുക്ക് വേണ്ടി നമുക്ക് ഓടിച്ചു വെല്ലുവാൻ ഏത് സമയത്തും, നമുക്ക് സമാധാനമില്ലാത്തപ്പോൾ, നമ്മൾ രോഗികളാകുമ്പോൾ, നമുക്ക് ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാകുമ്പോൾ, ഏത് സമയത്തും നമുക്ക് ഓടിച്ചെല്ലുവാൻ തക്കവണ്ണം യേശുവിൻ നാമമുള്ളതിനാൽ ഈ രാത്രികാലം നമുക്ക് ആ നാമത്തിലേക്ക് ഓടിച്ചെല്ലാം. അതിനായി കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിൽ ഓടിച്ചൊന്ന് അഭയം പ്രാപിക്കും. ആമേൻ. ആമേൻ. താങ്ക് യു സിസ്റ്റർ. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ ദാസനിലൂടെ നമ്മളോട് ദൈവത്തിന്റെ ആലോചന വളരെ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നു. യേശുവിന്റെ നാമത്തിന്റെ പ്രത്യേകത. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ നിന്ന് നമ്മളോട് ഉദ്ദേശിച്ചു. ഞാൻ അവിടെ നോട്ട് ചെയ്യാൻ ഇടയായി തീർന്നു. അന്ന് എന്ന് വെച്ചാ പ്രതികാരം ചെയ്യുക, കൊല്ലുക. ഒരാളെ കൊന്ന ഒരാളെ കൊല്ലുക. അതാണല്ലോ അന്നത്തെ കാലത്തെ ഏറ്റവും കൂടുതൽ. അങ്ങനെയാണ് പ്രതികാരം ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ അതിനും വ്യവസ്ഥ വെച്ചു. ഒരു പ്രതികാരം ചെയ്തു, അബദ്ധവശാൽ സംഭവിച്ചു പോയി. എന്നാൽ അതിനും അവിടെ യോശുവയുടെ പുസ്തകം 20-ാം അധ്യായത്തിൽ ധാരാളം 6 സങ്കേത നഗരങ്ങളെ കുറിച്ച് കർത്താവിന്റെ ദാസൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോഴാണ്, അദ്ദേഹം പറഞ്ഞപ്പോഴാണ് അത് ആദ്യമായിട്ട് എനിക്കത് മനസ്സിലായത്. കാരണം അവൻ ഓടി അതിന്റെ വാതുക്ക വരെ ചെന്ന്, ദാവീദിന്റെ ആ കരച്ചില് നമ്മളത് പല ഭാഗത്ത് ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിലും കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായത് ഇതാണ്. സങ്കേത പട്ടണത്തിന്റെ ഏറ്റവും നിയറായിട്ട് ചെന്നിട്ട് വേണമെങ്കിൽ ഓടിച്ചെന്ന് എന്ത് ചെയ്യാമായിരുന്നു? രക്ഷപ്പെടാമായിരുന്നു. ആ രക്തപ്രതികാരകന്റെ കയ്യിൽ നിന്നും വിടുവിക്കപ്പെടാമായിരുന്നു. ആ ദാവീദ് അതോർത്ത് ചങ്ക് പൊടിഞ്ഞ് കരയുകയാണ്. നിന്റെ കൈകൾ കെട്ടപ്പെട്ടിരുന്നില്ലായോ? എത്ര പേര് അത് ചിന്തിച്ചു കേട്ടു എന്ന് എനിക്കറിയത്തില്ല. നമുക്കാണെ എല്ലാവർക്കും ഈ പ്രവചനത്തിന്റെ അടിയിലാണ് എല്ലാരും. ഞാൻ നിന്നെ വാലല്ല തലയാക്ക, ഇതൊന്നും വേണ്ടെന്നല്ല, നമുക്ക് എല്ലാവർക്കും തലയാവാൻ തന്നെ ഇഷ്ടം. പിന്നെ നമ്മുടെ വിഷയങ്ങളുടെ നടുവിൽ കർത്താവ് ഇറങ്ങി വരുന്നതൊക്കെ കേട്ടില്ലേ നമുക്ക് ഇന്നൊരു സുഖമില്ല. പക്ഷേ എത്ര കൃത്യമായ ദൈവശബ്ദമാണ് നാം കേട്ടേന്ന് ഇപ്പൊ ഉള്ളവരോ ഇത്രയും പേരുള്ള ഡിവൈസിലുള്ള പ്രിയപ്പെട്ടവരോ ശ്രദ്ധിക്കണം. ദാവീദ് കരയുക, നിന്റെ കൈ കെട്ടപ്പെട്ടിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് താൻ അലറുകയാണ്. അബ്നേറിനെ ആ മനുഷ്യന്, യോവാബ് അസാഹേലിനെ കൊന്നു, അങ്ങനല്ലേ? അസാഹേലിനെ കൊന്നതാ അബ്നേർ, സോറി. എന്നാല് അതിന്റെ ഏറ്റവും നിയറായിട്ട് ചെന്നപ്പോ തന്നെ എന്ത് ചെയ്തു? കൊന്നു കളഞ്ഞു. വേണമെങ്കിൽ ആ സങ്കേത പട്ടണത്തിൽ കയറി രക്ഷപ്പെടാമായിരുന്നു. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരമാണ്, അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്ന ഒരുത്തനും ഒരു നാശവും. നമ്മളാരും നല്ലവരായിട്ടൊന്നുമല്ല, നമ്മളെല്ലാവരും അതുകൊണ്ട് ഏറ്റവും കുറ്റമില്ലാത്തവരായിട്ടല്ല. ദൈവത്തിന്റെ സ്നേഹം അത് മുഖാന്തരമായിട്ട് ഏതെല്ലാം പണ്ട് ഞാനൊരു പുസ്തകത്തിൽ വായിച്ച ഒരനുഭവം ഞാൻ കേട്ടത് ഞാൻ നിങ്ങളോട് പറയാം. പണ്ട് നീന്തൽ താരമായിരുന്ന ഒരു പെൺകുഞ്ഞ്, വളരെയധികം അവള് ഒത്തിരി പ്രശസ്തി അവൾക്കായിരുന്നു. നീന്തലിൽ ഒരുപാട് പ്രാവീണ്യമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. എന്നാൽ അവൾക്ക് ഇഷ്ടം പോലെ സമ്മാനങ്ങളൊക്കെയും പല ഇടങ്ങളിൽ നിന്ന് ലഭിക്കാനിടയായി. എന്നാൽ ഒരു പ്രാവശ്യം അവൾ നീന്തലിൽ കൂടി, അവളൊരു ക്രിസ്ത്യൻ ഫാമിലിയിലുള്ള 3 പെൺകുട്ടികളായിരുന്നു. അതിലെ മൂത്ത ഇളയ മകളാണ് ഈ പെൺകുഞ്ഞ്. അപ്പൊ ഇവള് നീന്തലിലെ ഒരു പ്രാവശ്യം അവക്ക് അങ്ങനെ സംഭവിച്ചെന്നാന്ന് ചോദിച്ചാല്, ഏതോ ഒരു മഞ്ഞുമലയിലോ
എവിടോ ഇടിച്ചിട്ട് അവളുടെ ശരീരം തല മുതൽ പാദം വരെയും പൂർണ്ണമായിട്ടും നിഷ്ക്രിയമായി, എന്ന് പറഞ്ഞാൽ ചലിക്കാൻ പറ്റാതായിപ്പോയി. പിന്നെ അവൾക്ക് നീന്താനോ മറ്റൊന്നും ചെയ്യാൻ കഴിഞ്ഞു. ദീർഘ ദിവസങ്ങൾ ഹോസ്പിറ്റലായി. പിന്നീട് വീൽ ചെയറിൽ മാത്രമായിരുന്നു അവളുടെ യാത്രയും അവളുടെ മരണം വരെ അങ്ങനെ ഒരു സ്ഥിതിയിലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോ അവൾ പറഞ്ഞ ഒരു കാര്യം, അവളുടെ അപ്പനോട് അവൾ ചോദിച്ചു, നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന്. അപ്പൊ ആ അപ്പൻ അവളോടൊരു കാര്യം പറഞ്ഞു. നമ്മൾ പലപ്പോഴും പറയും നമ്മള് പൊടിയാണ്, കൃമിയാണ്, അല്ലെ നമ്മളിത് അങ്ങനെയാണ് എന്ന്. എന്നാൽ യഥാർത്ഥമായിട്ട് കർത്താവ് നമ്മളെ നോക്കിയാൽ നമ്മളെ ആരെങ്കിലും കൃമി എന്ന് വിളിക്കാൻ നമ്മൾ സമ്മതിക്കുമോ? നമ്മളെ ആരെങ്കിലും പൊടിയെന്ന് പറയാനോ അല്ലെ കുറ്റപ്പെടുത്താനോ സമ്മതിക്കത്തില്ല. നമ്മൾ സാക്ഷി പറയുമ്പോൾ പറയും നമ്മൾ അങ്ങനെയാണ്. അത് അവളോട് പറയും, നരകത്തിന് നമ്മൾ യോഗ്യരായിരുന്നു. നിന്റെ തല മുതല് നിന്റെ കഴുത്ത് മുതൽ പാദം വരെ ചലിക്കത്തില്ല. നിനക്കിപ്പോൾ നീ ചെയ്തുകൊണ്ടിരുന്ന പ്രൊഫഷണൽ ആയിട്ടുണ്ടായിരുന്ന നീന്തലിന്റെ അനുഭവത്തിൽ നിനക്ക് പോകാൻ പറ്റത്തില്ല. പക്ഷെ നരകമായിരുന്നു നമുക്ക് ലഭിക്കേണ്ടത്. പക്ഷെ ഈ ലോക ജീവിതത്തിൽ ആ കുഞ്ഞിനെ ധൈര്യപ്പെടുത്തിയ അപ്പന്റെ ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചൊരു കഥയാണ്. കഥയല്ല, ഒരു അനുഭവമാണ്. ദൈവമക്കളെ, നമുക്ക് നരകമായിരുന്നു വിധിക്കപ്പെട്ടത്. സ്തോത്രം. വളരെ ശ്രദ്ധയോടെ ദൈവത്തിന്റെ വചനം കേട്ടവർക്കായിട്ട് ഞാൻ കർത്താവിന്, നമുക്ക് വലിയ വരുന്ന പ്രസംഗമൊന്നുമല്ല കേട്ടെ, നമുക്ക് വലിയ സന്തോഷം വരുന്നു അല്ലെ വലിയ മറ്റ് നമ്മൾ ആഗ്രഹിച്ച നിലയിലല്ല, പക്ഷെ നമ്മുടെ ലൈഫിലേക്ക് ഭയങ്കര ശക്തമായ നിലയിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ ഇടപെട്ടു. സ്തോത്രം. നരകമായിരുന്നു എനിക്ക് നിങ്ങൾക്കും വെച്ചിരുന്നത്, പാതാളമായിരുന്നു. പക്ഷേ യഹോവയുടെ ബലമുള്ള ഗോപുരത്തിൽ ഓടിച്ചെന്ന് അഭയം പ്രാപിച്ചതുകൊണ്ട് നമ്മെ ആ നിത്യമരണത്തിൽ നിന്നും നിത്യനാശത്തിൽ നിന്നും നിത്യമായ പാതാളത്തിന്റെ അവസ്ഥയിൽ നിന്നും കർത്താവാകുന്ന സങ്കേത നഗരത്തിലേക്ക് ഓടിച്ചെല്ലാനിടയായത് മുഖാന്തരം നമ്മൾ അനുഗ്രഹിക്കപ്പെടുവാനിടയായ ദൈവമക്കളെ, ഒരു നിമിഷം നമ്മൾ ദൈവസന്നിധി നമ്മെ തന്നെ എല്ലാവർക്കും ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവെ, നരകയോഗിയായി പോകേണ്ട ഒരു സ്ഥാനത്ത് നിന്നും എനിക്ക് എത്രയോ പ്രിയപ്പെട്ടവരെ അറിയാം. സമുദായത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു കാരണവശാലും ദൈവത്തെ അറിഞ്ഞ, അല്ലെങ്കിൽ പെന്തക്കോസിന്റെ അനുഭവം വേദപുസ്തകം അനുസരിച്ച് മുഖാന്തരം ഇന്നും വീട്ടിൽ കേട്ടാത്തവരുണ്ട്. എനിക്കൊരു സഹോദരിയുണ്ട്. ഞാൻ ഇന്നും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏതാണ്ട് 16-ൽ പരം വർഷങ്ങളായി അവളെ സ്വന്തം ഭർത്താവിന്റെ മുറിയിൽ കയറ്റിയിട്ട്. സ്വത്രം. 16-ൽ പരം വർഷങ്ങളായി അവളുടെ ഹസ്ബൻഡും അവൾ ഒരു റൂമിൽ വിശ്രമിച്ചിട്ട്. ഇപ്പോഴിപ്പോ ഈ അടുത്തടുത്ത സമയങ്ങളിലാണ് ഫ്രണ്ടിലോട്ട് വരാൻ അനുവാദം. കിച്ചൺ, ബെഡ്റൂം കിച്ചൺ, ഇത്രയും മാത്രം അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. എന്തിനാണെന്നറിയാമോ? ഈ കൽപ്പന അനുസരിച്ചു എന്നുള്ള ഒരൊറ്റ കാരണത്താൽ സമൂഹവും വീടും സകലവരുമായിട്ടുള്ള ബന്ധങ്ങളിൽ നിന്ന് മാറ്റി. ധാരാളം ഉപദ്രവങ്ങൾ എനിക്ക് നന്നായി അറിയാവുന്നുണ്ട്. ഓരോ അടികളും 6-7 അടിയൊക്കെ കരണക്കുറ്റിക്കിട്ട് അടിച്ചിട്ട് ഞാൻ ചെല്ലുമ്പോ നീര് പിടിച്ചിരിക്കും. എന്നിട്ട് എന്നെയും കൊണ്ട് എണ്ണ പ്രാർത്ഥിച്ച് വെപ്പിക്കും. എന്നിട്ട് പിറ്റേ ദിവസം അതിന് അത്ഭുതം എന്നാന്നറിയാവോ? നമ്മൾ ഓർക്കും ഇനി ഇവൾ ഒരു 2 ആഴ്ച പോലും എഴുന്നേക്കത്തില്ലെന്ന്. അതിന്റെ തൊട്ടടുത്ത ദിവസം ഞാൻ ചെല്ലുമ്പോൾ കാണാം നല്ല മിടുക്കിയായിട്ട് അവിടെ എല്ലാം തൂത്തുവാരുന്നു, ജോലി ചെയ്യും. ഞാൻ ചോദിച്ചു, കുഞ്ഞെ എനിക്ക് വേദന ഒട്ടുമില്ല. സ്തോത്രം. അടിയേറ്റതേ കർത്താവിന്റെ നാമനിമിത്തം ആയിരുന്നത് കൊണ്ട് ആ വേദന കർത്താവ് തന്നെ അങ്ങ് എടുത്തു മാറ്റി. എന്റെ കണ്ണാരെ അതൊരനുഭവം മാത്രമാണ്. ധാരാളം അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ എനിക്ക് പറയാനുണ്ട്. എന്നെ കേട്ട പ്രിയപ്പെട്ടവരെ, യഹോവയുടെ നാമം അത് ബലമുള്ള ഗോപുരമാണ്. അതിലേക്ക് ഓടിച്ചെല്ലുന്ന ഏവർക്കും സങ്കേത നഗരത്തിൽ അബദ്ധവശാൽ സംഭവിച്ചു പോയി എന്ന് പറഞ്ഞ് അവിടേക്ക് ഓടിച്ചെന്നാൽ ഒരിക്കലും പിന്നീട് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. നമ്മുടെ ജീവിതത്തിന്റെ പരാജയങ്ങളെയൊക്കെ നമുക്ക് ഒരു നിമിഷം കൂടെ ദൈവത്തിന്റെ മുൻപാകെ ഏറ്റുപറഞ്ഞ് സങ്കേത പട്ടണമാകുന്ന നമ്മുടെ കർത്താവിന്റെ അടുക്കലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിച്ച് നല്ല അനുഭവത്തിലേക്ക് മുന്നേറുവാൻ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ദൈവത്തിന്റെ വചനം ശുശ്രൂഷിച്ച ബഹുമാന്യ കർത്താവിന്റെ ദാസനോടുള്ള തികഞ്ഞ ദൈവസ്നേഹത്തെയും ബഹുമാനത്തെയും കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ അറിയിക്കട്ടെ. തുടർന്നും കർത്താവ് ധാരാളമായിട്ട് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതുപോലുള്ള അനുഭവങ്ങൾ ധാരാളം നമുക്ക് കേൾക്കുവാനായിട്ട് കർത്താവിന്റെ ദാസന്മാരെ ദൈവം ശക്തീകരിക്കട്ടെ. ഇപ്പോൾ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് കടന്നു പോകാം. കർത്താവിന്റെ ദാസൻ റജിക്കോശി അവരുകൾ പ്രാർത്ഥിക്കുകയും കർത്താവിന്റെ ദാസൻ ജോൺസൺ പാസ്റ്ററുടെ ആശീർവാദത്തോടെ നമുക്ക് ഈ മീറ്റിംഗ് ഇവിടെ